പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹത്തോടെ ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കള്, പല റിസൾട്ടും അറിഞ്ഞ് ഉപരിപഠനത്തിനു വേണ്ടി തീരുമാനമെടുക്കുന്ന മക്കള്, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട പരിശുദ്ധാത്മ അഭിഷേകം നൽകി അവരെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കൂട്ടായ്മയോർത്ത് നന്ദി പറയുമ്പോൾ മക്കൾക്ക് വേണ്ടി സ്ഥിരതയോടെ ഉണർവോടെ പ്രാർത്ഥിച്ച് അനേക മക്കൾക്ക് ഈ പ്രാർത്ഥന പങ്കുവച്ചു കൊടുത്ത് ആയിരക്കണക്കിന് മക്കള് ഓരോ ദിവസവും കരങ്ങൾ വിരിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേക ശുശ്രൂഷയില് കർത്താവ് ഞങ്ങളെ അവിടുന്ന് വളർത്തണമേ, കൂട്ടിച്ചേർക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശുദ്ധ പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ശക്തമായ മാധ്യസ്ഥ സാന്നിധ്യത്തില് ഞങ്ങളുടെ കൂട്ടായ്മയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും സ്വർഗത്തിന്റെ സഹായത്തിനായിട്ട്, സഹായം സ്വർഗത്തിൽ നിന്നും എന്നുള്ള ആ വലിയ വാക്യത്തിന്റെ ആ സഹായത്തിന്റെ ശക്തിയില് ഞങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം പരമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും വേണ്ട കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾ ഈ ദിവസങ്ങളൊക്കെ ഒത്തിരിയേറെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പല മക്കളും പരീക്ഷയ്ക്ക് എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിശക്തമായിട്ട് നമ്മുടെ മക്കളുടെ പരീക്ഷകൾക്ക് വേണ്ടി, പരീക്ഷാ വിജയത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ മക്കള് നീറ്റ് എക്സാം ഒക്കെ എഴുതുകയാണ്. കുറെ പേര് എക്സാം എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം പറയണ്ടേ. ബിടെക്കിന്റെയും എൻട്രൻസിന്റെയും കോച്ചിങ് ഒത്തിരിയേറെ എക്സാമുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജോലി മേഖലയിൽ തടസ്സം നേരിടുന്ന മക്കള്, നമ്മുടെ മക്കളുടെ പരീക്ഷാ മേഖലകൾ അനുഗ്രഹിക്കപ്പെടാനും അവർക്ക് ഉചിതമായ വലിയ വിദ്യാഭ്യാസ മേഖലകൾ ഒരുക്കപ്പെടാനും, അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ ഉന്നത സ്ഥാനത്തെത്തണം, നമ്മുടെ മക്കള് അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള വഴികൾ തുറക്കപ്പെടാൻ നമുക്ക് കർത്താവിനോട് ഒരുമിച്ച്, നമ്മുടെ ദൈവത്തോട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സഹായം നമ്മൾ 2 മക്കബായരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18-ാം വചനത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്. അവരാകട്ടെ അഭ്യാസങ്ങളിലും സാഹസങ്ങളിലും ആശ്രയിക്കുന്ന നമ്മളാകട്ടെ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് പ്രത്യാശ നമ്മുടെ. അവിടെ ആദ്യത്തെ വായിക്കുന്നുണ്ട്, യുദ്ധം ജയിച്ചത് എങ്ങനെയാ? സഹായം സ്വർഗത്തിൽ നിന്ന് എന്ന അടയാള വാക്ക് നൽകി. സഹായം സ്വർഗത്തിൽ നിന്ന്. അങ്ങനെ ഈ മക്കബെയൂസ് തന്റെ സൈന്യത്തെ ഒരുക്കിയിട്ട് 8,000 പേര് വരുന്ന സൈന്യം 1,20,000 പേരെ വധിച്ചു എന്നാ പറയും. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഈ സഹായം ലഭിക്കാൻ വേണ്ടി മക്കളും പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ മാതാപിതാക്കളായ നമ്മളും, വൈദികരും സന്യസ്തരും ആത്മീയ പിതാക്കന്മാരും ശാരീരിക പിതാക്കന്മാരും നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നീറ്റ് എഴുതുന്ന മക്കളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കള് ഈ പരീക്ഷ എഴുതി ജയിച്ച് എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ പാസ്സായി നല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശിച്ച് അവരും അതുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ എടുത്തു മാറ്റി. നമുക്കറിയാം, നമ്മുടെ മക്കൾക്കെതിരെ ഒത്തിരി രോഗത്തിന്റെ ശക്തി, തിന്മയുടെ ശക്തി, പൈശാചിക ശക്തി അതിശക്തമായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ട മക്കളെ, ഈ സഹായം നമുക്ക് ചോദിച്ചു വാങ്ങണം. ദൈവം ഇടപെടണം. പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവിനോട് പറയണം. ജോഷുവ തോൽപ്പിക്കപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ? കർത്താവ് പറഞ്ഞേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ജോഷുവയെ സഹായിക്കാൻ, യുദ്ധം ചെയ്യാൻ ഇടയനെ പോലെ ദാവീദിന്റെ കൂടെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഭയപ്പെടില്ലെന്ന് പറയുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് മുന്നോട്ട് പോയ ദാവീദിനെ പോലെ, കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ പോലെ നമ്മുടെ മക്കളും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട്, കർത്താവിനാൽ യുദ്ധം ഏറ്റെടുക്കപ്പെട്ട്, കർത്താവിനാൽ സഹായിക്കപ്പെട്ട് നമ്മുടെ മക്കള് പഠിക്കണം, വിജയിക്കണം. അതിനുവേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ മക്കളുടെ പരീക്ഷ ഭയം, ഉത്കണ്ഠ, സങ്കടം, ആകുലത, നിരാശ എല്ലാം എടുത്തു മാറ്റും. അതോടൊപ്പം തന്നെ
നമ്മുടെ മക്കളെ താഴ്ത്തിക്കെട്ടാനും പഠിച്ച കാര്യങ്ങൾ മറക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഈ പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, ഇതെല്ലാം നമ്മുടെ മക്കൾ വിട്ടുമാറി പോകണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ ഈ നമ്മുടെ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, അതോടൊപ്പം തന്നെ മറ്റെല്ലാ മക്കളെയും നമുക്ക് ഒരുമിച്ച് വലിയ കൂട്ടായ്മയിൽ ഈ പരീക്ഷാ മേഖലയിൽ ശക്തമായി വിജയം കൈവരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ വീണ്ടും നിങ്ങൾ പറയാണ്, സാധിക്കുന്ന എല്ലാവരും, നിങ്ങളെല്ലാവരും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. സാധിക്കുന്നവര് വിശുദ്ധ കുർബാന ദിവ്യ കാരുണ്യത്തിന്റെ മുമ്പിൽ നിത്യാരാധന ഉണ്ടെങ്കിൽ ഇരിക്കണം. ഇനി നിത്യാരാധന ഇല്ലാത്ത ദേവാലയങ്ങളാണെങ്കിൽ കുർബാന കഴിഞ്ഞിട്ട് അല്പസമയം നമ്മുടെ മക്കൾക്ക് വേണ്ടി കൂടെ ഇരുന്ന് നമ്മുടെ മക്കളെ സഹായിക്കണമേ, സഹായം സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രിയപ്പെട്ടവരെ അതിശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മളിന്ന് പ്രത്യേകം ഇന്നത്തെ നിയോഗം വെച്ച് നമ്മുടെ മക്കളുടെ പരീക്ഷാ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന മക്കളുണ്ട്, പല എക്സാമുകൾ. ഈ പരീക്ഷയിലൊക്കെ നല്ല വാല്യുവേഷൻ നടക്കണം. നമ്മുടെ മക്കള് ന്യായവും യുക്തവുമായ വിജയം കൈവരിക്കണം. നമ്മുടെ മക്കൾ എൻട്രൻസ് ടെസ്റ്റുകൾ പാസ്സാവണം. നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടണം. അവർക്ക് പ്ലേസ്മെന്റുകളൊക്കെ നടക്കണം. ഇതിനെല്ലാം വേണ്ടി നമ്മുടെ കർത്താവിന്റെ ശക്തമായ ഇടപെടൽ, പരിശുദ്ധമായ ഔസപിതാവ്, വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, മാലാഖമാര്, സകല വിശുദ്ധര്, സ്വർഗവാസികള് എല്ലാ സഹായവും നൽകി മാധ്യസ്ഥവും നൽകി അനുഗ്രഹിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ, സ്വർഗത്തിന്റെ സഹായം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെ പരീക്ഷ തമ്മുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവും. ഒരു അപ്പൻ അമ്മ അങ്ങനെ പറഞ്ഞ് ആശീർവദിച്ച് വിടുമ്പോ കർത്താവ് ആ പ്രാർത്ഥന സ്വീകരിക്കും. കർത്താവ് കൂടെ കൊച്ചിന്റെ കൂടെ പോകും. അതുകൊണ്ട് ദൂരത്തായിരിക്കുന്ന മക്കള്, വിദേശത്തായിരിക്കുന്ന മക്കള്, പരീക്ഷയ്ക്ക് വേണ്ടി പോയിരിക്കുന്ന മക്കള് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, ഇനി പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, അവർ പരീക്ഷ എഴുതുന്ന ആ സമയത്ത് ഒത്തിരിയേറെ പേരത് ചെയ്യുന്നുണ്ട്. ചില മക്കളൊക്കെ ഇവിടെ നിത്യാരാധനയില് മക്കൾ പരീക്ഷ എഴുതുന്ന ആ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ആരാധനയുടെ മധ്യയിരുന്ന് മുട്ടുകുത്തി കൈവിരിച്ച് അടപ്പത് ജപമാല ചൊല്ലി കരുണക്കൊന്തൊല്ലി മക്കളിലേക്ക് വിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിനെ ശക്തി പുറപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം പേരെ ഈ ദിവസങ്ങളിൽ നമ്മുടെ നിത്യാരാധന ചാപ്പലിൽ കാണാനിടയെ. ഉടനെ പല സ്ഥലത്തും അനേകം മക്കള് പറഞ്ഞൊരു സാക്ഷ്യമാണ്. ആ സമയത്ത് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഒരു അച്ഛൻ പറഞ്ഞ കാര്യം, മോളെ മക്കളെ നിങ്ങൾ പൊക്കോ, ആ ദിവസം ആ സമയത്ത് നിങ്ങൾ പരീക്ഷ എഴുതുന്ന 9 മണി 12 ആ സമയം വിശുദ്ധ കുർബാന എഴുന്നേറ്റ് വെച്ച് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ഇടവക മക്കളോട് ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് ആ സമയത്ത് വികാരിച്ചനും അല്ലെങ്കിൽ ഇടവക ജനങ്ങൾ അപ്പൊ അച്ഛൻ പറയണ ഞാൻ ഇരിക്കുന്നുണ്ട്, ഏതെങ്കിലും മാതാപിതാക്കൾക്ക് അതിൽ കൂടാൻ മനസ്സുണ്ടെങ്കിൽ വരാം. അവർക്കാണ് അനേകം പേര് വന്ന് അച്ഛനോടൊപ്പം ദിവ്യകാര സന്നദ്ധയില് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ലൈവായിട്ട് പ്രാർത്ഥിച്ചു. അതിനവർക്ക് ഫലം ഉണ്ടാവും മക്കളെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ പരീക്ഷയുടെ വാല്യുവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ, അതിനു വേണ്ടിയൊക്കെ പ്രത്യേകം മറക്കാണ്ട് എല്ലാ ദിവസവും കുറച്ച് സമയം കണ്ടെത്തി അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടി. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാ മക്കളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ദിവസങ്ങളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന മക്കൾ, പ്രത്യേകിച്ച് നീറ്റ് എക്സാം എഴുതുന്ന മക്കള്, ബിടെക്കിന്റെ എക്സാം എഴുതുന്ന മക്കള്, അവിടെ ഡിഗ്രി കോഴ്സുകളുടെ എക്സാം എഴുതുന്ന മക്കള്, എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ടെസ്റ്റ് എഴുതുന്ന മക്കള്, കർത്താവ് OET, ജർമ്മൻ അല്ലെങ്കിൽ IELTS ഈ പരീക്ഷകളൊക്കെ എഴുതുന്ന ഒത്തിരി വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതി ഞങ്ങളുടെ മക്കൾ ഈ മത്സരത്തിന്റെ ഈ ലോകത്തില് കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതുകയാണ്. കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് ഈ മത്സരത്തിൽ ജയിക്കാനിടയാകുന്ന സഹായം, അതൊരു യുദ്ധമാണ് കർത്താവെ. ആ സഹായം സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. ഞങ്ങളുടെ മക്കൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കട്ടെ. അങ്ങ് കൂടെയുണ്ടെന്നുള്ള ആ ഒരു ശക്തിയും പരിശുദ്ധാത്മാവ് സഹായിക്കും, പഠിപ്പിക്കും, അനുസ്മരിപ്പിക്കും. യോഹന്നാൻ 14:26 വചനശക്തിയും അത്ഭുത സാന്നിധ്യവും ഞങ്ങളുടെ മക്കൾക്ക് അനുഭവിക്കാൻ ഇടയാകട്ടെ. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളുടെ മേലും ഞങ്ങൾ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ശിരസിന് മുകളിൽ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ഭയം, ഉത്കണ്ഠ, നിരാശ, മറന്നുപോകുന്ന അവസ്ഥ, എല്ലാ വിഷമങ്ങൾ, തടസ്സങ്ങൾ, കെട്ടുകൾ, ബന്ധനങ്ങൾ, പൈശാചികമായ എന്തെങ്കിലും പീഡകൾ ഉണ്ടെങ്കിൽ അതെല്ലാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മക്കളെ വിട്ടുമാറി പോകട്ടെ.
കർത്താവ് അങ്ങയുടെ അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, സഹായത്തിന്റെ കരം നീട്ടി അവരെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ സാന്നിധ്യം തന്നെ ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തുമാറാകട്ടെ. പരീക്ഷയുടെ വാല്യുവേഷൻ നടക്കുന്ന സമയത്ത് പേപ്പറുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അധ്യാപകരെയും എല്ലാ സംവിധാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് അനുകൂലമാക്കണമേ, ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ വിജയം നൽകണമേ. ഞങ്ങളുടെ മക്കൾ പഠിച്ച് വിജയിച്ച് ഉന്നത സ്ഥാനീയരായിട്ട് ഉയർത്തത്തക്ക വിധം ഉന്നതി പ്രാപിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും വേണ്ട കർത്താവെ അങ്ങയുടെ കൃപയും അങ്ങയുടെ സഹായവും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ ശക്തിയും നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെയും യോസേപ്പ് പിതാവിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെ സാന്നിധ്യത്തില് സഹായവും സംരക്ഷണവും യാചിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ മക്കളെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്വീകരിക്കാം. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, നമ്മുടെ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളോടും, പരീക്ഷ എഴുതിയ റിസൾട്ടിനായി കാത്തിരിക്കുന്ന എല്ലാ മക്കളോടും, നമ്മുടെ മക്കളുടെ പേപ്പർ വാല്യൂറ്റ് ചെയ്യുന്ന എല്ലാ അധികാരികളോടും സംവിധാനങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.